ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് എന്ന്, രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തെ വിളിക്കുന്ന പേരാണ് കോറിലേഷൻ. അതല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് എന്ന് പറയാം. ഇനി അതുമല്ലെങ്കിൽ ഇറ്റ് ഇസ് എ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ഒരു കോസിൽ നിന്ന് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു, ഒരു റിസൾട്ട് ഉണ്ടാകുന്നു. ആ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതിനെ കോറിലേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർവസ്റ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് റെയിൻ തമ്മിലൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ്സ് ഏജ് ആൻഡ് വൈഫ്സ് ഏജ്, അത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി റിലേറ്റഡ് ടു ഡിമാൻഡ് ഓർ സപ്ലൈ, ഇതെല്ലാം കോറിലേഷനാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങളെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. ഇനി ഇത് കോറിലേഷൻ്റെ ആ ഒരു കാൽക്കുലേഷൻ 3 തരത്തിലുണ്ട്. മെഷേഴ്സ് ഓഫ് കോറിലേഷൻ 3 ടൈപ്സ് ഉണ്ട്. നമ്പർ 1 സ്കാറ്റർ ഡയഗ്രം മെത്തേഡ്, നമ്പർ 2 കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, ആൻഡ് നമ്പർ 3 സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അതിൽ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമാണ്. അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോറിലേഷൻ. അതായത് കോറിലേഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയും. അത് നമ്മൾക്കൊരു സ്ക്വയർ പോലെ ഒരു വരച്ചിട്ട് അതിൻ്റെ അകത്തിൽ ഡോട്ടോ അതല്ലെങ്കിൽ ഇൻറ്റു മാർക്കോ കൊടുക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ടോപ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതായത് ഇപ്പം പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ സപ്ലൈയും റൈസ് ചെയ്യുന്നു, പോസിറ്റീവ് കോറിലേഷനാണ്. നേരെ മറിച്ച് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, അത് നെഗറ്റീവ് കോറിലേഷനാണ്. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ അതിനെ നമുക്ക് സീറോ കോറിലേഷൻ എന്നൊക്കെ പറയാം, വരച്ച് കാണിക്കാം. രണ്ടാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. പിന്നെ മൂന്നാമത്തേതും വലിയ കുഴപ്പമില്ല, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. തന്നിരിക്കുന്ന വാല്യൂസിന് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന രീതിയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അത് 2 മെത്തേഡുണ്ട്. നമ്പർ 1 ഒരു ജനറൽ ഫോർമുലയാണ്. ഇത് ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. R ഈക്വൽസ് n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 റൂട്ടുണ്ട്. റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇനി അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിഗ് കട്ടാഴ്ചയുടെ സമയം എടുക്കും, അത് ആവശ്യമുണ്ട് ചെയ്താൽ മതി. R ഈക്വൽസ് n സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. എന്തായാലും ഇവിടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ആർ ഓർ കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. ഓർത്തിരുന്നോണം, -1നും +1നും ഇടയിലായിരിക്കും കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടത്തില്ല എന്നുള്ള അർത്ഥം. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇനി അതിൽ ആദ്യത്തെ ഫസ്റ്റ് ജനറൽ ഫോർമുല അനുസരിച്ച് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ തരാം, ഒരു കണക്ക്. ഇത് ഞാനിപ്പോൾ ഒരു 5 എണ്ണമേ തന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം, 5ഓ 10ഓ എത്ര വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 7, 8, 9, 6, 5 ടോട്ടൽ, അത് 35 എടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വേരിയബിൾ y ആണ്, അത് 8, 6, 7, 9, 10, അതിൻ്റെ ടോട്ടൽ എടുക്കണം 40. ഇനി നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ അനുസരിച്ച് XY വേണം, എക്സിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7, 8, 56, 8, 6, 48, 63, 6, 9, 54, 5, 10, 50. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക 271. അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ക്വയർ, എക്സ് ആണ്ട് 7, 49, 8 ആകുമ്പോൾ 64, 9 9s 81, 6 6 36, 5 5s 25, അത് ആഡ് ചെയ്യുന്നു 255. ലാസ്റ്റിൽ വൈ സ്ക്വയർ ദാണ്ട് കിടക്കുന്നു, 8 8 64, 6 6 36, 7 7s 49, 9 9s 81, 10 10s 100, ടോട്ടൽ ചെയ്യുന്നു 330. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു.
ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ്റെ അകത്തിൽ കിടക്കുന്ന ആ വേരിയബിൾസിന് പകരം നമുക്ക് നമ്പർ അങ്ങോട്ട് കൊടുക്കുന്നു. ആർ ഈക്വൽസ് എൻ സിഗ്മ എക്സ് വൈ, എൻ നമുക്കറിയാം 5, സിഗ്മ എക്സ് വൈ ദാണ്ട് കിടക്കുന്നു 271 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, സിഗ്മ എക്സ് 35 ഇൻറ്റു സിഗ്മ വൈ 40. ഓക്കെ, ഡിവൈഡഡ് ബൈ അടുത്തത് എൻ സിഗ്മ എസ് സ്ക്വയർ 5 ഇൻറ്റു എക്സ് സ്ക്വയർ എത്ര അതാ 255, പിന്നെ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ അതായത് 35ൻ്റെ ഹോൾ സ്ക്വയർ. അടുത്ത റൂട്ടിൽ എൻ 5 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ അതായത് 330 മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 40യുടെ സ്ക്വയർ. ഓക്കെ, ഇനി 5നെ 271 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1355, പിന്നെ 35നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1400, അത് മൈനസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ റൂട്ടിൽ 5 ഇൻറ്റു 255 1275 എന്ന് കിട്ടും. പിന്നെ 35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1225, അത് മൈനസ് ചെയ്യുക. അടുത്ത റൂട്ടിൻ്റെ അകത്തിൽ 5 ഇൻറ്റു 330 1650, അതുപോലെ 40യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 1600. ഓക്കെ, ഇനി 1355ൽ നിന്ന് 1400 മൈനസ് ചെയ്യുക. അപ്പോൾ -45, കാരണം ചെറുതിൽ നിന്ന് വലുതാണ് മൈനസ് ചെയ്തത്, അപ്പോൾ -45 ഡിവൈഡഡ് ബൈ 1275 നിന്ന് 1225 മൈനസ് ചെയ്യുമ്പോൾ 50 കിട്ടും. അപ്പോൾ √50. അതുപോലെ തന്നെ അതും 50 നിന്ന് 1600 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 50. അപ്പോൾ √50 ഇൻറ്റു √50. √50യുടെ റൂട്ട് കാണണം, നിങ്ങൾ കണ്ടു നോക്കണം 7.07. അപ്പോൾ രണ്ട് റൂട്ടും സെയിം ആയതുകൊണ്ട് 7.07 ഇൻറ്റു 7.07. അപ്പോൾ -45 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50, അതല്ലെങ്കിൽ കുറേ കൂടെ കറക്റ്റായിട്ട് പറയാമെങ്കിൽ 49.98 എന്ന് വരും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനേക്കാൾ നല്ല 50 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ -45/50 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.9. അത്രയേ ഉള്ളൂ, -0.9. കണ്ടല്ലോ, -1നും +1നും ഇടയിലാണ് ആൻസർ. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ നമുക്കൊന്ന് ചെയ്തേക്കാം. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ 3 കളയണം. ഷോർട്ട് കട്ടിലെടുക്കുമ്പോൾ നമുക്ക് അതങ്ങ് കളഞ്ഞ് നമ്പർ അത് തന്നെ സെയിം തന്നെ. അപ്പോൾ അത് കൂട്ടി 35, y കൂട്ടി 40. ഇനി നമുക്കിവിടെ ചെയ്യേണ്ട ഷോർട്ട് കട്ടിൻ്റെ അകത്തിൽ ഈ എക്സിൻ്റെ ഒരു ആവറേജ് എടുത്തേക്കണം. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 35 ഡിവൈഡഡ് ബൈ നമ്പർ 5 ആണ്. അപ്പോൾ ഈക്വൽസ് 7 കിട്ടും. അതുപോലെ 40യുടെ ഒന്ന് കണ്ടേക്കണം. 40 ഡിവൈഡഡ് ബൈ 5 അത് 8 കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ 35ൻ്റെയും 40യുടെയും ആവറേജ്, അതായത് എക്സിൻ്റെയും വൈയുടെയും ആവറേജ് എടുക്കുന്നു. ഇനി അടുത്ത് നമുക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ dx വേണം. dx എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എക്സിൽ നിന്ന് ആ 7 മൈനസ് ചെയ്യുക. എക്സിൽ നിന്ന് ഓരോ എക്സിൽ നിന്നും ഈ അതിൻ്റെ ആവറേജായ 7 മൈനസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 7 - 7 0. പിന്നെ അതുപോലെ 8 - 7 എന്ന് പറയുമ്പോൾ 1. അതുപോലെ 9 - 7 എന്ന് പറയുമ്പോൾ 2. അതുപോലെ തന്നെ 6 - 7 എന്ന് പറയുമ്പോൾ -1. പിന്നെ 5 - 7 എന്ന് പറയുമ്പോൾ -2. തെളിയാനൊരു ഇച്ചിരി പാട് പോലെ, കുഴപ്പമില്ല. ഇനി അത് ആഡ് ചെയ്യുന്നു. -1, -2, -3 ആണ്. 2ഉം 1ഉം 3 ആണ്. അപ്പം -3യും +3 ആകുമ്പോൾ 0. ആൻസർ 0 കിട്ടി. ഇതേപോലെ തന്നെ dy കാണണം. ഡിവൈയുടെ നമ്മൾ മീൻ എഴുതി വെച്ചിട്ടുണ്ട് 8 ആണ്. അപ്പോൾ 8 - 8 0. അതുപോലെ 6 - 8 -2, 7 - 8 -1, 9 - 8 1, 10 - 8 2. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ ആൻസർ കിട്ടും. കാരണം 2, 1 +3 ആണ്, മറ്റേത് -3 ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് dx dy ആണ്. ഇക്വേഷൻ്റെ അകത്ത് കിടപ്പുണ്ട് dx dy. ഓരോ dxനെയും dy കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0 × 0 0, 1 × -2 -2, 2 × -1 -2, അതുപോലെ -1 × 1 -1, അതുപോലെ -2 × 2 -2 × 2 -4.
ഓക്കെ 4 1 5 2 7 2 9 -9 എന്ന് വരും. അപ്പോൾ ആ സൈനുകളെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് വേണ്ട ഡി എക്സ് സ്ക്വയർ ആണ്. ഡി എക്സിൻ്റെ സ്ക്വയർ 0 0 തന്നെ, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, -2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 4 1 5 4 9 10. അപ്പോൾ അവിടെ ആൻസർ ഡി എക്സ് സ്ക്വയർ 10 കിട്ടി. ഇനി അതുപോലെ ഡി വൈ സ്ക്വയറും കാണണം. ഡി വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0. അതുപോലെ തന്നെ പിന്നെ -2 ആകുമ്പോൾ 4, -1ൻ്റെ 1, വീണ്ടും 1ൻ്റെ 1, 2ൻ്റെ 4. അപ്പോൾ 4 1 5 1 6 4 10. അവിടെയും 10 കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഇക്വേഷൻ, ആ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതണം. ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയിട്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തിലോട്ട് അവതരിപ്പിച്ചാൽ മതി. n സിഗ്മ ഡി എക്സ് ഡി വൈ, n എന്ന് പറഞ്ഞാൽ 5 എന്നറിയാം, ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ ദാണ്ട് കിടക്കുന്നു -9. പിന്നെ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ. സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്, ഇൻറ്റു സിഗ്മ ഡി വൈ എന്ന് പറയുന്നത് 0 ആണ്, ബ്രാക്കറ്റിൽ കിടന്നോട്ട്, ഡിവൈഡഡ് ബൈ. അപ്പോൾ r ഈക്വൽസ് എന്നൊന്ന് എഴുതിയേക്കണം, അതായത് കോറിലേഷനെ കാണിക്കുന്നത്. പിന്നെ ഡിവൈഡഡ് ബൈ അടുത്ത n സിഗ്മ ഡി എക്സ് സ്ക്വയർ, അതായത് റൂട്ടിലാണെന്ന് ഓർത്തോണം. അപ്പോൾ 5 ഇൻറ്റു ഡി എക്സ് സ്ക്വയർ, ഡി എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാട് കിടക്കുന്നു 10. 5 ഇൻറ്റു 10 മൈനസ് 5 ഇൻറ്റു 10 മൈനസ് സിഗ്മ ഡി എക്സിൻ്റെ സ്ക്വയർ, ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്, 0യുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു അടുത്ത റൂട്ടിൻ്റെ അകത്തിൽ ഇച്ചിരി നീട്ടി ഇട്ടോണം. അടുത്ത റൂട്ടിൻ്റെ അകത്തിൽ ഇത് തന്നെ n സിഗ്മ ഡി വൈ സ്ക്വയർ, n 5 ആണ്, ഡി വൈ എന്ന് പറയുന്നത് സ്ക്വയർ 10 ആണ്. എന്നിട്ട് മൈനസ് ഡി വൈ ദ ഹോൾ സ്ക്വയർ എത്ര, 0 തന്നെയാണ്, ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു -9, മുമ്പലത്തെ ആൻസർ തന്നെ കിട്ടും. 5 ഇൻറ്റു -9 -45. ഓക്കെ, 0 തമ്മിൽ തട്ടിപ്പോയി, ഇവിടെയും 0 പോയി, ഇവിടെയും 0 പോയി. അപ്പോൾ 5 ഇൻറ്റു 10 50, ഇവിടെ 5 ഇൻറ്റു 10 50. അപ്പോൾ നമുക്ക് എന്തെഴുതാം, √50 ഇൻറ്റു √50. അപ്പം മുമ്പലത്തെ ആൻസർ തന്നെ കിട്ടിയല്ലോ. അപ്പോൾ -45 ഡിവൈഡഡ് ബൈ √50ൻ്റെ റൂട്ട് നമുക്കറിയാം 7.07 ആണ്, ഇൻറ്റു വീണ്ടും 7.07. കണ്ടോ? അപ്പോൾ ഈക്വൽ ടു 45. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ 7.07 ഇൻറ്റു 7.07 എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. അതല്ലെങ്കിൽ കുറേ കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 49.98 എന്ന് വേണമെങ്കിൽ പറയാം. എന്താ, അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയൂടെ ഞാൻ എഴുതി കാണിക്കാം. 49.98 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആൻസർ അത്ര തന്നെയാണ്. മുമ്പേ കണ്ടതുപോലെ തന്നെ -0.9 0 അല്ലെ 0.9 എന്നോ എഴുതാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 മെത്തേഡിലും ഈ സെയിം കാൽക്കുലേഷൻ നടത്താൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ കാൽക്കുലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എളുപ്പം, അത് ചെയ്താൽ മതി. രണ്ടാമത്തെ ഇച്ചിരിയുടെ സമയം എടുക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത്രയേ ഉള്ളൂ കോറിലേഷൻ. ഓക്കെ.